परमेश्वर के पवित्र नाम की स्तुति हो। എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതത്തെ സാക്ഷിയായി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിൽപ്പാൻ കർത്താവ് ഈ ജീവിതത്തിൽ അവസരം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. आपके जीवन में परमेश्वर ने एक बड़ा अद्भुत कार्य की गवाही बोलकर आपके बीच में परमेश्वर की नाम की महिमा करना चाहता हूं। हालेलुया. ഞാൻ എന്റെ പേര് ജോണി എന്നാണ്. ഞാൻ കേരളത്തിൽ കർത്താവിന്റെ വേല ചെയ്തു വരുന്നു. आपका नाम जोनी है और परमेश्वर की सेवा केरला में कर रहा है। 2022 മെയ് മാസം 6-ാം തീയതി ഞങ്ങൾ ശുശ്രൂഷ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ സഞ്ചരിച്ചതായ വാഹനത്തിൽ മറ്റൊരു കാർ വന്നിടിച്ച് വലിയൊരു അപകടം എന്റെ ജീവിതത്തിലുണ്ടായി. 2022 मई महीने की 6वें दिन में हमने सर्वाइव करके वापस आते वक्त एक बड़ा एक्सीडेंट मेरे जीवन में हो गया। मेरे साथ जो सफर करने वाला गाड़ी में दूसरा एक गाड़ी आकर ठोका। എനിക്ക് സഹിക്കാൻ കഴിയാത്ത എന്തെങ്കിലാത്ത വല്ലാത്ത വേദന എനിക്ക് ആ സമയത്ത് ഒത്തിരി ഞാൻ അനുഭവിക്കേണ്ടി വന്നു. मेरे आपके जीवन में ऐसे दर्द ने सह लिया जो दुनिया में कोई नहीं सह सकते। ऐसे दर्द मेरे आपके जीवन में सह लिया। ഞാൻ വലിയ വേദനയിൽ ഞാൻ യേശുപ്പാൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു ഒത്തിരി പ്രാവശ്യം. उस दर्द के बीच में मैं यीशु मसीह को आपने यीशु मसीह को पुकारा है। ഞാൻ യേശുപ്പാൻ അല്ലാണ്ട് ഒരു വാക്കുകൾ കൊണ്ട് വാക്കിനെ വിളിച്ചിട്ടില്ല. എനിക്ക് യേശുപ്പാൻ എനിക്ക് വേദനിക്കുന്നതിന് ഉച്ചത്തിൽ നിലവിളിച്ചു. मेरा यीशु पापा ऐसे मैंने जोर से पुकारा। ആ സമയത്ത് എന്റെ കണ്ണുകളിൽ ഒന്നും തന്നെ ഇല്ല. രാത്രിയാണ്, നല്ല ഒരു ഇരുട്ടാണ്, ആരും തന്നെ എന്റെ അടുത്തില്ല. എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് ഭയങ്കരമായ വേദന മാത്രമായിരുന്നു. उस समय हमारे पास में कोई नहीं था जो अंधकार में था, रात के अवस्था में था और कोई संभालने के लिए सहायता करने के लिए भी नहीं था। എന്നാൽ എന്റെ നിലവിളി കേട്ട് ഒത്തിരി പേരോട് കൂടി എന്നെ ആംബുലൻസിലേക്ക് കയറ്റി. मेरे पुकार को सुनकर कई लोग आस-पास में से दौड़कर आकर मुझे एम्बुलेंस में बिठाया। ഞാൻ ആംബുലൻസിൽ കിടന്നുകൊണ്ട് നോക്കുമ്പോൾ എന്റെ പാദം രണ്ട് വിരലിൽ മാത്രം ബന്ധത്തിൽ അറ്റ തൂങ്ങി കിടക്കുന്നതാണ് എനിക്ക് കാണുവാനായി കഴിഞ്ഞത്. जो गाड़ी में मुझे एम्बुलेंस में बिठाया उस समय मैंने देखा तो मेरे पैर की नीचे के भाग में कटा हुआ है और ऐसे हिल रहे कटा हुआ शरीर। എന്റെ മനസ്സിലേക്ക് അനവധി ചിന്തകൾ ഇങ്ങനെ കടന്നു വന്നു. അനവധി പേര് ഇത്തരത്തിൽ മുറിവുപെട്ട് തന്നെ മരിച്ചു പോകുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. कई लोगों के जीवन में मैंने देखा है जो छोटे से जो चोट लगकर वो उसकी जीवन खत्म हो गया। പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഇത്തരം ചിന്തകളൊക്കെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് കർത്താവ് ഒരു വാക്യം ഇങ്ങനെ തന്നു. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ऐसे मेरे जीवन में भी सोच आ गया क्योंकि उस समय परमेश्वर की पवित्र वचन से एक वचन मेरे दिल में आया, तेरे वश में 1000 गिरेंगे और तेरे दाहिने 10,000 गिरेंगे परंतु कोई हानि तेरे नहीं पड़ेगी। हालेलुया. ഞാൻ വളരെ വിശ്വാസത്തോടെ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു, മനസ്സുകൊണ്ട് പറഞ്ഞു, ഉച്ചത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വാങ്ങി ഞാൻ മരിക്കുകയില്ല. मैंने ऐसे मेरे दिन में मन में आपके मन में विचार किया मैं जीवन रहते हुए परमेश्वर के नाम की महिमा करेंगे। हालेलुया. ഞാൻ ആശുപത്രിയിൽ ചെന്നതായ സമയത്ത് ഡോക്ടർമാരൊക്കെ കടന്നു വന്നു, എന്നെ പരിചരിച്ചു. പെട്ടെന്ന് സർജറി വേണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് ഒരു കാരണവശാലും ഈ പാദം നിൽക്കത്തില്ല, ഇതിനെ മുറിച്ചു കളയണമെന്നാണ്. मैं हॉस्पिटल में जाकर डॉक्टर लोग आके मुझे संभाला और डॉक्टर्स लोग ने चेक किया, ऑपरेशन किया। डॉक्टर्स ने कहा क्योंकि आपका पैर सीधा नहीं हो जाएगा, आपका खड़ा नहीं हो पाएंगे, आपका पैर को काटना पड़ेगा। ഒരു കാരണവശാലും രക്ഷപ്പെടത്തില്ല, ഒരു 10% മാത്രമേ സാധ്യതയുള്ളൂ, 90% മുറിച്ചു കളയേണ്ടി വരും, ഇരുന്ന് കഴിഞ്ഞാൽ ജീവൻ തന്നെ ആപത്തെന്ന് ഡോക്ടർ പറഞ്ഞു. डॉक्टर लोगों ने ऐसे कहा आपका जीवन भी खत्म हो जाएंगे, मतलब आपका पैर तो काटना पड़ेगा और 10% है आपको खड़ा होने का बात है, बाकी पूरा तो आप तो मर चुका की अवस्था में। हालेलुया. എന്നാൽ അന്ന് കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞ അതേ പാദം ഊന്നിയാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. उस डॉक्टर्स लोग ने मुझे बोला काटेंगे, बोला हुआ उस पैरों को मैं आज कर रहा हूँ, परमेश्वर के नाम की महिमा कर रहा हूँ। हालेलुया. ആശുപത്രിയിൽ ചെലവഴിക്കേണ്ടതായിട്ട് കിടന്നു. कुछ महीना मैं हॉस्पिटल में मेरे जीवन बिताया। ഏകദേശം ഒരു 1.5 മാസമൊക്കെ ആയ സമയത്ത് ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ വേദപുസ്തകം തുറക്കുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഞാൻ വായിക്കാനിടയായി. मैंने हॉस्पिटल में ऐसे पड़े रहने वक्त परमेश्वर की वचन पढ़ते रहा और परमेश्वर की वचन पढ़ते रहे हबक्कूक नबी की किताब 3 अध्याय उसकी 20वीं आयत मेरे मन में आया।
യഹോവയായ കർത്താവിന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാക്കാൻ പോലെയാകുന്നു, ഉന്നതങ്ങളിലേക്ക് എന്നെ നടത്തുമാറാകുന്നു. परमेश्वर की आत्मा मुझे अगुवाई किया, मेरे पैरों को परमेश्वर किरण का पैरों की जैसे परमेश्वर बना के परमेश्वर मेरा सामर्थ है, ऐसे परमेश्वर को वचन मिलेगा। ഹല്ലേലൂയ. ഞാൻ അതിനകത്ത് വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ കിടന്നതായ കിടക്കയില് കാല് ഒന്ന് താഴ്ത്തി വെക്കുവാനായിട്ട് ശ്രമം നടത്തി. പക്ഷെ ആ സമയത്ത് ശക്തിയോടുകൂടി ബ്ലഡ് മൊത്തം ആ നിലത്ത് സ്പ്രെഡ് ആയി വരുന്നതായി കാണുവാനിടയായി. उस समय मैं विश्वास के साथ मेरे पैरों को ऐसे लटा हुआ अवस्था में था, इसको नीचे रखने की कोशिश किया, परंतु क्या हो गया, पूरा जो जगह में ब्लड फैल गया, खून फैल गया। പെട്ടെന്ന് തന്നെ ഞാൻ ആ കാല് നിവർത്തി ഇരുന്ന പഴയ സ്ഥിതിയിലേക്ക് വെച്ചു. ഡോക്ടർ വന്നപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, मैंने पहले जो ऐसे था पैर ऐसे था, ऐसे वापस रख किया और डॉक्टर को भी मैंने बुलाया। അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞു, ഒരു കാരണവശാലും ഈ അടുത്ത കാലത്തൊന്നും എഴുന്നേൽക്കാമെന്ന് ചിന്തിക്കേണ്ട. കാലിന്റെ തുടയിൽ രണ്ടായിട്ട് ഒടിയുകയും കീറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്, പാദം കട്ടായി പോയിട്ടുണ്ട്. ഏകദേശം 3 സർജറി ചെയ്താൽ മാത്രമേ ഒന്ന് നിൽക്കുവാനെങ്കിലും കഴിയുമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. डॉक्टर ने ऐसे कहा, आप अभी ऐसे विचार नहीं करना, आपका खड़ा होने के लिए चलने के लिए कोई विचार नहीं करना, क्योंकि आपका पैर में कोई बल नहीं है, कोई कुछ भी नहीं, मांस ऐसे रखा है, क्योंकि आपका पैर 3-4 बार टुकड़ा हो गया है। और दूसरी बात, आपको आगे बढ़ने के लिए कोई सामर्थ्य भी नहीं अभी, इसलिए डॉक्टर ने बोला आप कभी भी ऐसे नहीं सोचना, 3 साल के लिए आप खड़ा नहीं हो पाएंगे। ഞാൻ വല്ലാതെ വിഷമത്തിലായിരുന്നു. കാരണം ഇനി 4 സർജറി കഴിഞ്ഞു, വീണ്ടും 3 സർജറി കൂടെ ചെയ്യണമെന്ന് കേട്ടപ്പോൾ വല്ലാതെ ഒരു സങ്കടം മനസ്സിലുണ്ടായി. 4 सर्जरी मेरे शरीर में हो गया, पैरों में हो गया, अभी डॉक्टर ने बोला 3 सर्जरी और करना, ये भी सोचकर मैं बहुत डर गया, दर्द हो गया मेरे मन में। എന്നാലും കർത്താവ് അരുളി ചെയ്തതായ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. उस समय परमेश्वर ने दिया हुआ वायदा को मेरे मन में रखते हुए प्रार्थना के साथ मैं आगे बढ़ा। 3 മാസം ഹോസ്പിറ്റലിലും 3 മാസം വീട്ടിലുമായിട്ട് 6 മാസം ഞാൻ കിടക്കയിൽ തന്നെ കിടക്കേണ്ടി വന്നു. 3 महीना हॉस्पिटल में था और 3 महीना घर पर और बेड पर पड़े रहने पड़ा। ശേഷം കാലിന്റെ പുറത്തുണ്ടായിരുന്ന കമ്പിയും പ്ലാസ്റ്ററും എടുത്തേച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം കടന്നു വന്ന് അടുത്ത സർജറി ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് മടക്കി അയച്ചു. जो 2 महीने के 6 महीने के बाद में जो प्लास्टर जो ले आया था, डॉक्टर ने निकाल दिया और उसके बाद में 2 हफ्ता घर पर विश्राम करते हुए मैं बैठा। വീണ്ടും അടുത്ത സർജറിക്കായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞാണ് എന്നെ ഡോക്ടർ വീട്ടിലേക്ക് മടക്കി അയച്ചത്. डॉक्टर ने कुछ दिन के बाद में दूसरा सर्जरी करने के लिए मुझे बोलकर घर पर भेजा था। പക്ഷേ ഞാൻ വെള്ളിയാഴ്ച ഡോക്ടറെ പോയി കാണുന്നുണ്ട്. ഞായറാഴ്ച എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് എനിക്ക് എങ്ങനെയെങ്കിലും പള്ളിയിലേക്ക് ഒന്ന് പോകണമെന്ന് ഒരു ആഗ്രഹം കടന്നു വന്നു. जो शुक्रवार को डॉक्टर को मिला था और घर पर वापस आया था मैंने, और घर पर आने के बाद में विचार किया इतवार को आराधना में मुझे जाना है। ഞാനൊക്കെ പേഴ്സ് നോക്കിയപ്പോൾ പേഴ്സിന് പൈസയൊന്നുമില്ല വണ്ടി വിളിക്കുവാനായിട്ട്. मैंने मेरे पर्स में देखा, मेरे बटुआ में देखा, बटुआ में देखते तो उसमें पैसा कुछ नहीं है और कोई गाड़ी लेकर जाने के लिए। അപ്പോൾ അവരൊക്കെ പള്ളിയിൽ പോയി, വൈഫും പള്ളിയിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ എന്റെ ബ്രദറിനെ വിളിച്ചു പറഞ്ഞു എനിക്കൊന്ന് പള്ളിയിലേക്ക് പോകണം. मेरा माँ बाप और मेरा बीवी आराधना में गया और मेरे भाई को मैं बुलाकर बोला मुझे आराधना में जाना है। അവൻ എന്നോട് പറഞ്ഞു ഇത്രയും ദിവസം കിടന്നതല്ലേ, അപ്പോ ഒരു കാരണവശാലും ഇപ്പൊ എഴുന്നേൽക്കാനൊന്നും പറ്റത്തില്ല. ഞാനോട് പറഞ്ഞു ഞാൻ നടന്നു തുടങ്ങി കാണാത്തതാണ്, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. आपने ऐसे कहा अपने भाई से, मैं चलता फिरता हो सकता है, आप मुझे आराधना में ले चले। പ്രാർത്ഥനയോടുകൂടെ ഞാൻ അവൻ ബൈക്ക് കൊണ്ടുവന്നു. ബൈക്കിലേക്ക് വേദനയെല്ലാം സഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബൈക്കിലേക്ക് വണ്ടി കയറി. उसने बाइक लेके आया और मैं प्रार्थना के साथ और दर्द को सहते हुए मैं मोटरसाइकिल में बैठ गया। 6 മാസം ഒരേ കിടക്കയിൽ കിടന്ന എനിക്ക് അന്ന് വിശ്വാസത്താൽ എഴുന്നേറ്റ് ഞാൻ വളരെയധികം സഹിഷ്ണുതയോടെ ആലയത്തിൽ കാൽ ചവിട്ടി ഇന്ന് വരെ സൗഖ്യത്തോടെ നിൽക്കുവാൻ സ്വർഗ്ഗത്തിലെ എനിക്ക് കൃപ തന്നു. उस दिन आपने आराधना में परमेश्वर की सामर्थ के साथ गया, दर्द सहते गया, परंतु उसके बाद में आज तक परमेश्वर की महिमा के लिए, परमेश्वर की नाम की सामर्थ के लिए परमेश्वर ने आपको खड़ा करके रखा है। വർഷങ്ങൾ കിടക്കണമെന്നും സർജറി കൂടാതെ എഴുന്നേറ്റ് നിൽക്കുവാൻ സാധ്യമല്ല എന്ന് ഡോക്ടർ പറഞ്ഞ അതേ സ്ഥാനത്ത് സ്വർഗ്ഗത്തിലെ എനിക്ക് പൂർണ്ണമായ സൗഖ്യം നൽകി. डॉक्टर लोगों ने बोला 3 सर्जरी के बाद में आपको चल नहीं सक पाएगा, ऐसे बोला हुआ अवस्था से परमेश्वर आपको चंगा किया है, परमेश्वर ने आपको खड़ा किया है।
ശീഘ്രമായ ഒരു സൗഖ്യം എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ തന്നു. जल्दी से जल्दी परमेश्वर ने आपके जीवन में चंगाई दिया है। ഹല്ലേലൂയ ഹല്ലേലൂയ. അന്ന് മുതൽ ഇന്ന് വരെയും ദീർഘദൂര യാത്ര ചെയ്യുവാനും കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്തതായ വലിയൊരു അത്ഭുതത്തെ സാക്ഷി പറയുവാനും ഞാൻ ഇന്നാളുകളിൽ യാത്ര ചെയ്തു വരികയാണ്. उस दिन से लेकर आज तक परमेश्वर की महिमा को परमेश्वर ने आपके जीवन में दिया हुआ चंगाई का गवाही बोलते हुए कई दूर दूर जगह में जाकर परमेश्वर के नाम की महिमा करके आ रहा है। പ്രകാരം പറയുന്നു, അവരിലേക്ക് നോക്കി ഇവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. परमेश्वर के पवित्र कलाम हमसे ये कहते हैं, परमेश्वर की ओर देखने वाला उनकी मुंह कभी काला नहीं हुआ। വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതായ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് എന്റെ ഈ കിടക്കയുടെ അനുഭവങ്ങളില് പട്ടിണി കിടന്ന് ചാകേണ്ടതായിരുന്നു എന്റെ ജീവിതാനുഭവമെങ്കിലും സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയോടെ വഴി നടത്തി. बहुत परेशानी के गरीबी की अवस्था से गुजरने वाला मेरा परिवार को, मेरे जीवन को जो इस दर्द की अवस्था में, इस करुणा की दुर्घटना की अवस्था में, मेरा मृत्यु होने की अवस्था में था, परंतु परमेश्वर ने उस अवस्था में भी मुझे संभाल के जीवन दिया, आगे बढ़ा। इसलिए परमेश्वर का धन्यवाद करता हूं। തിരുവചനപ്രകാരം പറയുന്നു, ബാലസിംഹങ്ങളെ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. जो परमेश्वर को ढूंढने वाला को कोई बधाई का कमी उनके जीवन में नहीं है, परमेश्वर के वचन से कहते हैं। എന്റെ ജീവിതത്തില് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഒരു പൂർണ്ണമായ സൗഖ്യം തന്ന് എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്യുവാൻ മതിയായവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मेरे आपके जीवन को बहुत आयु से छुटकारा देकर, सच्चाई देकर आपके बीच में खड़ा हुआ परमेश्वर, आपके बीच में जीवन की गवाही बना हुआ परमेश्वर, आपको भी आपके जीवन की अवस्था को भी परेशानी को दूर करते हुए आपके जीवन को भी आशीष देने के लिए सामर्थ्य परमेश्वर है। നിങ്ങളുടെ ജീവിതത്തിൽ അല്പമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും. आप आज प्रभु के हजूरी में कुछ विश्वास करते तो हालेलुया, आपके जीवन के अंदर भी परमेश्वर अद्भुत कार्य करेगा। തിരുവചനപ്രകാരം പറയുന്നു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. परमेश्वर के वचन से कहते तो विश्वास करते तो परमेश्वर की महिमा को देखेंगे। യാതൊരു പ്രതീക്ഷയുമില്ലാതിരുന്ന സ്ഥാനത്ത് 12 വർഷം രക്തസ്രാവം പിടിച്ച സ്ത്രീ അഥവാ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ വിശ്വാസത്തോടെ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം പ്രാപിക്കുവാൻ കഴിഞ്ഞതുപോലെ 12 साल खून बहने वाला औरत अपने जीवन में यीशु मसीह के कपड़े को छूने से चंगा पाया, जैसे विश्वास के द्वारा चंगा पाया। जैसे ഞാൻ വിശ്വാസത്താൽ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു, അതെന്റെ ജീവിതത്തിൽ നന്മയ്ക്കായി കണക്കിട്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവം എനിക്ക് പൂർണ്ണമായ ഒരു വിടുതൽ നൽകി. आप विश्वास के द्वारा परमेश्वर के हम मंदिर में परमेश्वर की आराधनालय में गया, परमेश्वर ने उसको चंगाई का कारण बनाया। ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നത് നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ വടി പിടിച്ച് നിൽക്കുന്നതായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുവാനായി സാധിക്കുന്നത്. आप मुझे देखते तो आपको मालूम है मैं एक डंडा लेकर खड़ा आपके बीच में। ഒരിക്കലുമല്ല, എന്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് ബലം നൽകി എന്നെ നിർത്തിയിരിക്കുന്നതാണ്. ऐसा नहीं, परमेश्वर के आत्मा मुझे सामर्थ देकर आपके बीच में खड़ा किया। കഴിഞ്ഞ വർഷം ഇതേ മാസങ്ങളിൽ ഞാൻ വേദനയോടെ ആശുപത്രിയിൽ കിടന്നു. എന്നാൽ ഇതേ മാസത്തില് സ്വർഗത്തിലെ ദൈവം ആരോഗ്യമുള്ളവരായി വണ്ടി ഓടിക്കുവാനും കാർ ഓടിക്കുവാനും ബൈക്ക് ഓടിക്കുവാനും നടക്കുവാനും എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ബലം നൽകി. पिछले साल इस समय आपने एक्सीडेंट होकर हॉस्पिटल में पड़ा था, परंतु इस साल में परमेश्वर की नाम की महिमा के लिए परमेश्वर ने खड़ा किया, गाड़ी चलाने के लिए, मोटरसाइकिल चलाने के लिए और केरल से सफर करके पंजाब तक आने के लिए परमेश्वर ने अकेला सफर करके आने के लिए परमेश्वर की जीवन में सहायता किया। ये परमेश्वर की सामर्थ है। हालेलुया।